അപ്പോൾ നമ്മളുള്ളതിപ്പം കുലശേഖരം എന്ന സ്ഥലത്താണ്. കുലശേഖരത്തുള്ള ഒരു ചെറിയ കടയിൽ നിന്ന് ഊണ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ഊണില്ല, തീർന്നുപോയി. അപ്പം അതേപോലെ പൊറോട്ടയും ബീഫാണ് ഇവിടുത്തെ ഫേവറേറ്റ്. തലേ ദിവസം ഉണ്ടാക്കി വയ്ക്കുന്ന ബീഫ് കറി പിറ്റേ ദിവസം രാവിലെ ബീഫ് വരട്ടിയെടുക്കും. അതാണ് സംഭവം. കൊള്ളാം, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. പൊറോട്ട വിരോധിയായ ഒരാള് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നതാണ്. എന്തും പറയാ, നല്ല അടിപൊളി ഊണാണെന്നൊക്കെ പറഞ്ഞ് വിളിച്ചോണ്ട് വന്നാണ് വീട്ടിൽ നിന്ന്. എന്ത് ചെയ്യാം, ഉച്ചയ്ക്ക് അവിടെ വേറെ ഒന്നുമില്ല, ഒള്ളി പൊറോട്ട. അങ്ങനെ പൊറോട്ട തിന്ന വിഷമത്തിലിരിക്കുകയാണ്. ഉച്ചയ്ക്ക് എന്നോട് നടന്ന ഇതാണ് അവസ്ഥ. അപ്പൊ കിട്ടുന്ന കഴിച്ചോളാം. ചെറിയ കട നല്ലത്. എന്താണ് സംഭവം? അടിപൊളിയല്ലേ? സംഭവം ഇഷ്ടപ്പെട്ടില്ലേ? കൊള്ളാം, അടിപൊളി എന്നാണ് പറയുന്നത്. അപ്പം ഇതുവഴി പോകുന്നവർ കഴിച്ചോളൂ, നല്ല സാധനമാണ്. ബീഫ് ഒരു വെറൈറ്റി ടേസ്റ്റ് ആഗ്രഹിക്കുന്നവർക്ക് ഒന്ന് കഴിക്കാം. ഇവിടെ പേരൊന്നുമില്ല സെപ്പറേറ്റ് കടയ്ക്ക്. കുലശേഖരം ജംഗ്ഷനിൽ നിന്നാണ്. കുലശേഖരം എന്നാണ്, തിരുവനന്തപുരം കുലശേഖരം എന്നാണ് സ്ഥലത്ത്. ഓക്കെ, നല്ല തിരക്കാണ് കട. ചെറിയൊരു കടയാണെങ്കിൽ ഒരുപാട് പേര് ഒന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണെന്നാണ് തോന്നുന്നത്. എന്തായാലും നമ്മളിതുവഴി പാസ് ചെയ്ത് പോയപ്പം ആ കടയിൽ തിരക്ക് കണ്ട് നിർത്തിയതാണ്. ഊണുണ്ടാവും എന്ന് വിചാരിച്ച് കയറി. ഇരുന്നതിന് ശേഷമാണ് അറിയുന്നത് ഊണ് കഴിഞ്ഞു പോയി. സാധാരണഗതിയിൽ ഊണ് ബിരിയാണി എല്ലാം ഉണ്ടാവും. ഇപ്പോൾ സമയം 2:30-3 മണിയൊക്കെ ആയ സ്ഥിതിക്ക് ഊണില്ല. ഓക്കെ, കട കണ്ടല്ലോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, അതുവരെ ബായ്. ഓക്കെ, ബായ്. വീണ്ടും കാണാം.